എക്സലൻ്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ കൺസോളിഡേറ്റ് എന്ന ടൂളിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. രണ്ടോ അതിലധികമോ ഷീറ്റുകളിലായിട്ടുള്ള തുകകളുടെ കൺസോളിഡേഷൻ ഒരൊറ്റ ഷീറ്റിലേക്ക് കിട്ടാനാണ് കൺസോളിഡേറ്റ് എന്ന ഫീച്ചർ ഉപയോഗിക്കുക. കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ അത് സം അഥവാ ആകെത്തുകയാകാം, അതല്ലെങ്കിൽ കൗണ്ട്, ആവറേജ്, പ്രോഡക്റ്റ് പോലെയുള്ള മറ്റ് അഗ്രിഗേഷൻസും ആകാം. സോ കൺസോളിഡേറ്റ് എന്ന ഫീച്ചർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന 3 ഷീറ്റുകൾ നോക്കുക. ഹന്ന, ജോൺ, താര, പീറ്റർ, ലിസ തുടങ്ങിയുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ എക്സാംസിന് 3 സെമസ്റ്ററുകളിൽ നേടിയ മാർക്കുകളാണ് ഈ കാണുന്നത്. ഈ 3 ഷീറ്റുകളിലായിട്ടുള്ള മാർക്കുകളുടെ കൺസോളിഡേഷൻ ഒരൊറ്റ ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് പുതിയൊരു ഷീറ്റ് സെലക്ട് ചെയ്യുന്നു. ഈ ഷീറ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഡേറ്റ ടാബിൽ പോവുക. ഡേറ്റ ടൂൾസ് എന്ന ഗ്രൂപ്പിൽ കൺസോളിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൺസോളിഡേറ്റ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഇനി ഈ ഒരു ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യേണ്ടുന്ന ഡേറ്റ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഷീറ്റിൽ വരിക. ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ്സിൻ്റെയും എക്സാംസിൻ്റെയും പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ ഉൾപ്പെടെ വേണം സെലക്ട് ചെയ്യാൻ. ആഡ് നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ആഡ് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ ഷീറ്റിൽ വരിക. ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ആഡ്. മൂന്നാമത്തെ ഷീറ്റിൽ വരിക. ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ആഡ്. ഇനി ഈ കാണുന്ന 3 ചെക്ക് ബോക്സുകളും മാർക്ക് ചെയ്യാം. ഡേറ്റയിലെ ആദ്യത്തെ വരിയിൽ നിന്നും എക്സാംസിൻ്റെ പേരുകൾ കിട്ടാനാണ് ടോപ്പ് റോ എന്ന ഓപ്ഷൻ. ആദ്യത്തെ കോളത്തിൽ നിന്നും കാൻഡിഡേറ്റ്സിൻ്റെ പേര് കിട്ടാൻ ലെഫ്റ്റ് കോളം എന്ന ഓപ്ഷൻ. അതുപോലെ തന്നെ സോഴ്സ് ഡേറ്റയുമായിട്ട് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡേറ്റ എന്ന മൂന്നാമത്തെ ഓപ്ഷൻ. ടോപ്പ് റോ, ലെഫ്റ്റ് കോളം, ക്രിയേറ്റ് ലിങ്ക് ടു സോഴ്സ് ഡേറ്റ. അതായത് നമ്മൾ സോഴ്സ് ഡേറ്റയിൽ എന്ത് മാറ്റം വരുത്തിയാലും അതിനനുസരിച്ച് കൺസോളിഡേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന വർക്ക്ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന 3 ഷീറ്റുകളിലുള്ള മാർക്കുകളുടെ കൺസോളിഡേഷൻ ഈ ഷീറ്റിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഓരോ കാൻഡിഡേറ്റിൻ്റെയും ഇൻഡിവിജ്വൽ മാർക്സ് കാണാനായിട്ട് 2 എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെയുള്ള ഓരോ കാൻഡിഡേറ്റും ഓരോ എക്സാമിനും വ്യത്യസ്ത സെമസ്റ്ററുകളിൽ നേടിയ മാർക്കുകൾ ഇവിടെ കാണാം. ഉദാഹരണത്തിന് ഹന്ന എന്ന കാൻഡിഡേറ്റിൻ്റെ മാർക്കുകൾ നോക്കുക. ആദ്യത്തെ സെമസ്റ്ററിൽ 62, രണ്ടാമത്തെ സെമസ്റ്ററിൽ 46, മൂന്നാമത്തെ സെമസ്റ്ററിൽ 72. 62, 46, 72. ഇനി ഈ ഷീറ്റുകളിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൺസോളിഡേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം. ഉദാഹരണത്തിന് ഹന്ന എന്ന കാൻഡിഡേറ്റിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫിസിക്സ് എക്സാമിൻ്റെ മാർക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. 85. ഇനി ടോട്ടൽ എന്ന ഷീറ്റ് നോക്കാം. 85. ഒന്നുകൂടെ ജോൺ എന്ന കാൻഡിഡേറ്റിൻ്റെ മാർക്ക് നോക്കാം. ബയോളജി ഫസ്റ്റ് സെമസ്റ്റർ 58. 58. ഇനി കാൻഡിഡേറ്റ്സിൻ്റെ ടോട്ടൽ മാർക്സ് മാത്രം കാണാനായിട്ട്, അതായത് ഈ ഡേറ്റ കൊളാപ്സ് ചെയ്യാനായിട്ട് 1 എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അതായത് ഇവിടെയുള്ള എല്ലാ ഷീറ്റുകളിലും കാൻഡിഡേറ്റ്സിൻ്റെയും എക്സാംസിൻ്റെയും ഓർഡർ സെയിം ആണ്. ഇനി അതല്ല, ഈ ഓർഡറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും എക്സൽ അതിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഡേറ്റയെ കൺസോളിഡേറ്റ് ചെയ്യും. അതിൻ്റെ ഉദാഹരണം ഇവിടെ നോക്കാം. ഈ കാണുന്ന 3 ഷീറ്റുകൾ നോക്കാം. സെം 1, സെം 2, സെം 3. സെം 1 എന്ന ഷീറ്റിൽ ഹന്ന, ജോൺ, താര, പീറ്റർ, ലിസ തുടങ്ങിയുള്ള കാൻഡിഡേറ്റ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ എന്നീ എക്സാമുകൾ. രണ്ടാമത്തെ ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിൻ്റെ ഓർഡർ ചേഞ്ച് ആയത് കാണാം. അതുപോലെ തന്നെ എക്സാംസിൻ്റെ ഓർഡർ ചേഞ്ചായി. ഇനി മൂന്നാമത്തെ ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും കാൻഡിഡേറ്റ്സിൻ്റെ ഓർഡർ ചേഞ്ചായി. അതോടൊപ്പം
ബ്രൂസ് എന്ന പുതിയൊരു കാൻഡിഡേറ്റും 2 പുതിയ എക്സാമുകളുടെ മാർക്കുകളും കൂടെ വന്ന് കാണാം. ഇനി ഈ കാണുന്ന 3 ഷീറ്റുകളിലുള്ള ഡേറ്റയെ ഒരൊറ്റ ഷീറ്റിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഷീറ്റ് സെലക്ട് ചെയ്യുന്നു. ഈ ഷീറ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഡേറ്റ ടാബിൽ കൺസോളിഡേറ്റ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ആഡ് മൂന്നാമത്തെ ഷീറ്റ് ആഡ് ടോപ്പ് റോ ലെഫ്റ്റ് കോളം ക്രിയേറ്റ് ലിങ്ക്സ് ടു ദ സോഴ്സ് ഡേറ്റ. ഇവിടെ 3 ഷീറ്റുകളിലുള്ള മാർക്കുകളുടെ ടോട്ടൽ കിട്ടാനായിട്ടാണ് സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അതല്ല മറ്റേതെങ്കിലും അഗ്രിഗേഷൻ ആണ് വേണ്ടതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സം തന്നെയാണ് സെലക്ട് ചെയ്യുക. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഷീറ്റുകളിലുള്ള മാർക്കുകളുടെ കൺസോളിഡേഷൻ ഈ ഷീറ്റിലേക്ക് നമുക്ക് കിട്ടി. ഹന്ന എന്ന കാൻഡിഡേറ്റിൻ്റെ ഫിസിക്സ് എക്സാംസിൻ്റെ മാർക്കുകൾ നോക്കാം. 69, 95, 69, 95. ഇംഗ്ലീഷ് മാത്സ് 91, 87. എക്സലിലെ കൺസോളിഡേറ്റ് എന്ന ടൂളിനെ കുറിച്ചുള്ള വീഡിയോ പ്രധാനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ റിലീസിൻ്റെ അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.